ഏകദേശം 1 മന്ത് മുന്നേ വിളിച്ചിട്ട് ഓർഡർ പ്ലേസ് ചെയ്തിട്ടുള്ള കേക്കായിരുന്നു കേട്ടോ ഇത്. 5 kg വാൻചോ കേക്ക് എന്നാണ് കസ്റ്റമർ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഡേറ്റ് ആവുന്നതിൻ്റെ ഒരു 2-3 ദിവസം മുന്നേ വിളിച്ചിട്ട് പറഞ്ഞു 5 kg കേക്കൊന്നും വേണ്ട ചേച്ചി, ഫംഗ്ഷൻ ആൾ കുറവാണ്, അപ്പോൾ നമുക്കൊരു 3 kg കേക്ക് മതി കേട്ടോ. അങ്ങനെ നമ്മൾ 3 kg വാൻചോ കേക്കാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. നമുക്കിതൊരു സ്ഥിരം എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. കുറേ മുമ്പ് വിളിച്ചിട്ട് ഓർഡർ പ്ലേസ് ചെയ്തിട്ട് 2 ദിവസം മുമ്പൊക്കെ വിളിച്ചിട്ട് ഓർഡർ ക്യാൻസലാക്കുക, അതുപോലെ വെയിറ്റ് കുറയ്ക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് മുൻപ് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നമ്മൾ അഡ്വാൻസ് ഒന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കസ്റ്റമർ നമ്മളോട് അഡ്വാൻസ് വേണമെന്ന് ഓർഡർ പ്ലേസ് ചെയ്ത സമയത്ത് തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാനിത് ഓർഡർ കൺഫേം ആണെന്നുണ്ടെങ്കിൽ അഡ്വാൻസിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ കുഴപ്പമില്ല, നമുക്ക് ഓർഡർ ക്യാൻസൽ ചെയ്തിട്ടൊന്നുമില്ല, ഒരു വെയിറ്റ് ജസ്റ്റ് ഒന്ന് കുറയ്ക്കുക ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാനും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്ക് ചെയ്തെടുത്തിട്ടുള്ളത് 1.5 കിലോൻ്റെ ബാറ്റർ എടുത്തിട്ട് 2 കിലോൻ്റെ ഒരു ടിന്നിലും അതുപോലെ ഒരു 1/2 കിലോൻ്റെ ഒരു ടിന്നിലായിട്ടാണ് കേട്ടോ. അങ്ങനെ 2 വട്ടം നമ്മൾ ഒരു വട്ടം ബ്ലാക്ക് സ്പഞ്ചും ഒരു വട്ടം വൈറ്റ് സ്പഞ്ചും ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നമ്മൾ ഫില്ലിംഗ് ആയിട്ട് വിപ്പിംഗ് ക്രീമിൽ തന്നെ ചോക്ലേറ്റ് ഗനാഷും മിൽക്ക് മെയ്ഡും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ ടോപ്പിലും ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 4 ലെയർ ആയിട്ടാണ് നമ്മൾ ഈ ഒരു കേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ തലേ ദിവസം തന്നെ കേക്ക് സെറ്റാക്കി വെച്ചിട്ടോ കൊണ്ടുപോകുന്നതിൻ്റെ കുറച്ച് മുൻപായിട്ടാണ് ഈ ഒരു ചോക്ലേറ്റ് ഗനാഷ് ഇതിന് മുകളിലായിട്ട് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നല്ല തണുത്ത കേക്കിന് മുകളിൽ ഇതുപോലെ ഒഴിച്ച് കൊടുക്കുമ്പോൾ ഒലിച്ചിറങ്ങാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അതുപോലെ കസ്റ്റമർ നമ്മളോട് പ്രത്യേകിച്ച് ഡിസൈനും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് വെച്ചിട്ടൊരു ഡ്രിപ്പിങ്ങും കൊടുത്തു. പിന്നെ അതുപോലെ നമ്മൾ ഡാർക്ക് ചോക്ലേറ്റ് വെച്ചിട്ട് ചെറിയൊരു ഡിസൈനും കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ നോർമൽ വാൻചോ കേക്കിന് അധികം ഡിസൈനും കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. നോർമൽ അതിൻ്റെ ഒരു ഡിസൈൻ തന്നെയാണ് കേട്ടോ ചെയ്ത് കൊടുക്കാറുള്ളത്. അപ്പോൾ ഇതുപോലെ നമ്മളൊരു വരച്ച് കൊടുത്തിട്ട് അതൊന്ന് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അതുപോലെ നമ്മൾ ഹാപ്പി ബർത്ത്ഡേ എന്നും കൂടി എഴുതി കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ 80 എന്നുള്ളൊരു ടോപ്പറും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊരു അമ്മമ്മയുടെ 80ാം പിറന്നാളിനുള്ളൊരു കേക്കായിരുന്നു കേട്ടോ. കസ്റ്റമർ നല്ലൊരു റിവ്യൂ പറഞ്ഞൊരു കേക്കായിരുന്നു കേട്ടോ. ഇങ്ങനെയാണ് നമ്മുടെ കേക്കിൻ്റെ ഒരു ഫൈനൽ ലുക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.